നമ്മളെല്ലാവരും ഓൺലൈനിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണല്ലോ. അവിടെ ഒരു സ്ക്രീനിന്റെ സുരക്ഷിതത്വത്തിലിരുന്ന് ഒരു മോശം കമന്റ് ഇടാനോ അല്ലെങ്കിൽ ഒരാളെ കളിയാക്കാനോ എന്തൊരെളുപ്പാണല്ലേ. പക്ഷെ ആ ഒരു നിമിഷത്തെ പ്രവൃത്തിക്ക് പിന്നിലെ മനഃശാസ്ത്രം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ആളുകൾ ഓൺലൈനിൽ ഇങ്ങനെ പെരുമാറുന്നത്? പിന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ ഒരു വിഷയത്തില് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ സൈബർ ബുള്ളിയിങ്ങും സാധാരണ ബുള്ളിയിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ ആളുകളെ എന്തുകൊണ്ടാണ് ഓൺലൈനിൽ ഇങ്ങനെ പെരുമാറുന്നത് എന്നതിന് പിന്നിലെ സൈക്കോളജിയിലേക്ക് കടക്കും. അതിനുശേഷം ബുള്ളിയിങ് ചെയ്യുന്ന ആളുകളുടെ ചിന്താരീതിയും അതിന് ഇരയാവുന്നവർ അനുഭവിക്കുന്ന മാനസികാഘാതവും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇതിലെന്ത് പങ്കാണുള്ളതെന്നും നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സൈബർ ബുള്ളിയിങ്ങിനെ എന്തുകൊണ്ടാണ് ഒരു പുതിയ കാലത്തെ ഉപദ്രവമായി കണക്കാക്കുന്നതെന്ന് നോക്കാം. അപ്പോ എന്താണ് ഈ സൈബർ ബുള്ളിയിങ്? വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഉപയോഗിച്ച് ഒരാളെ മനഃപൂർവ്വം വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നതിനെയാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഇത് വെറുമൊരു തമാശ പറച്ചിലല്ല, മറിച്ച് മറ്റൊരാളെ വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് സാധാരണ ബുള്ളിയിങ്ങിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം അജ്ഞാതത്വം. അതായത്, ഒരു സ്കൂളിൽ വെച്ച് ഒരാൾ ഉപദ്രവിക്കുമ്പോൾ ആരാണെന്ന് നമുക്കറിയാം, പക്ഷെ ഓൺലൈനിൽ ഒരു വ്യാജ പ്രൊഫൈലിന് പിന്നിലിരുന്ന് ആർക്കും ഇത് ചെയ്യാം. രണ്ടാമത്തേത്, സ്കൂളിലോ ജോലിസ്ഥലത്തോ ഒക്കെയുള്ള പോലെ ഒരു മേൽനോട്ടം ഓൺലൈൻ ലോകത്തില്ല. പക്ഷെ ഇതിൽ ഏറ്റവും ഭീകരമായ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇരയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിടമില്ലാന്നതാണ്. ദിവസം മുഴുവൻ 24 മണിക്കൂറും ഈ ഉപദ്രവം അവരെ മൊബൈൽ ഫോണിലൂടെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് ആളുകൾ ഓൺലൈനിൽ ഇത്ര ക്രൂരമായി പെരുമാറാൻ ധൈര്യം കാണിക്കുന്നത്? ഇതിനു പിന്നിൽ ഒരു മനഃശാസ്ത്രപരമായ കാരണമുണ്ട്. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന പേരാണ് ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ എഫക്റ്റ്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നമ്മളൊരാളോട് മുഖത്തു നോക്കി സംസാരിക്കുമ്പോൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഒരു സ്ക്രീനിന് പിന്നിലിരിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ പറയാൻ തോന്നുന്നൊരവസ്ഥയാണിത്. ആ ഒരു നിയന്ത്രണമില്ലായ്മ. ഇങ്ങനെയൊരു അവസ്ഥ വരാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞ അജ്ഞാതത്വം. എന്നെ ആരും തിരിച്ചറിയില്ല എന്ന ചിന്ത എന്തു വേണമെങ്കിലും പറയാനുള്ളൊരു തരം ലൈസൻസായി മാറുന്നു. രണ്ടാമത്തേത് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ. അതായത്, നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അതിന്റെ പ്രതികരണം അപ്പോൾ തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നതിന്റെ ആഘാതം അത്ര വലുതായി നമുക്ക് തോന്നില്ല. മൂന്നാമത്തേത് സഹാനുഭൂതിയുടെ കുറവ്. നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ട് മറ്റൊരാളുടെ മുഖം മാറുന്നത് കാണുന്നില്ലല്ലോ, അതുകൊണ്ട് അവരുടെ വേദന നമുക്ക് ഫീൽ ചെയ്യില്ല. അവസാനം, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകുമ്പോൾ ആ ഗ്രൂപ്പിലെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ പെരുമാറാനുള്ളൊരു പ്രവണത. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രസകരമായ ഒരു കാര്യമാണ്. ഈ ഒരു നിയന്ത്രണമില്ലായ്മ എപ്പോഴും ഒരു വില്ലനല്ല. ചിലപ്പോൾ ഇതിന് നല്ല വശങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നാണം കാരണം നേരിക്ക് സംസാരിക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈനിൽ സ്വയം പ്രകടിപ്പിക്കാൻ സാധിക്കും. വിഷമങ്ങൾ തുറന്നു പറഞ്ഞ് സപ്പോർട്ട് കണ്ടെത്താൻ കഴിയും. ഇതിനെ ദോഷരഹിതമായ ഡിസ്ഇൻഹിബിഷൻ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ഇരുണ്ട മറുഭാഗമാണ് ദോഷകരമായ ഡിസ്ഇൻഹിബിഷൻ. ഇതാണ് സൈബർ ബുള്ളിയൻ പോലുള്ള അപകടകരമായ പെരുമാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഓൺലൈൻ എന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് സൈബർ ബുള്ളിയിങ് നടത്തുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക്, അവരുടെ മാനസിക ഘടനയിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അപ്പൊ ചോദ്യം ഇതാണ്, എങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകളാണ് ഒരാളെ സൈബർ ബുള്ളിയാക്കി മാറ്റുന്നത്? ഇതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ എന്താണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പഠനങ്ങൾ പറയുന്നത് ഡാർക്ക് ടെട്രാഡ് എന്ന് വിളിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ്. ഇതിൽ പ്രധാനപ്പെട്ട 3 സൈബർ ബുള്ളിങ്ങുമായി വളരെ ശക്തമായ ബന്ധമുണ്ട്. ഒന്നാമത്തേത് നാർസിസിസം. അതായത്, ഞാനാണ് ഏറ്റവും വലിയവൻ, മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ താഴെയാണ് എന്ന ചിന്ത. രണ്ടാമത്തേത് സൈക്കോപാത്തി. മറ്റുള്ളവരുടെ വികാരങ്ങളോ വേദനകളോ മനസ്സിലാക്കാൻ ഒരു കഴിവുമില്ലാത്ത അവസ്ഥ. മൂന്നാമത്തേത് സാഡിസം. അതായത്, മറ്റൊരാളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നത്. ഈ 3 സ്വഭാവങ്ങളുമുള്ള ആളുകൾക്ക് സൈബർ ബുള്ളിയിങ്ങിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പക്ഷെ പലപ്പോഴും ആരും കാണാത്തൊരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇതിനിരയാവുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതിന്റെ ആഘാതങ്ങൾ വളരെ വലുതാണ്. ഇരയാവുന്നവർക്ക് കടുത്ത ഉത്കണ്ഠയും വിഷാദവും വരാം. ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ.
പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതവരുടെ പഠനത്തെ വരെ മോശമായി ബാധിക്കാം. പതുക്കെ അവർ സമൂഹത്തിൽ നിന്ന് പിൻവലിഞ്ഞ് ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷെ ഇനി പറയാൻ പോകുന്ന കണക്ക് നമ്മളെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. സൈബർ ബുള്ളിയിങ്ങിന് ഇരയാവുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യത 2.5 ഇരട്ടി കൂടുതലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 2.5 ഇരട്ടി. ഇത് വെറുമൊരു സംഖ്യയല്ല. ഇതിന് പിന്നിൽ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു ഓൺലൈൻ കമന്റ് ഒരു ജീവൻ എടുക്കുന്നതിനെക്കുറിച്ച് വരെ ചിന്തിപ്പിക്കുന്നു. ഈ ഒരു വാചകം ഇതിന്റെ ഭീകരത മുഴുവൻ നമുക്ക് കാട്ടിത്തരും. പണ്ടൊക്കെ സ്കൂളിൽ നിന്നോ ജോലിസ്ഥലത്ത് നിന്നോ ഉപദ്രവമുണ്ടായാൽ വീട്ടിലെത്തിയാൽ അതൊരു സുരക്ഷിത താവളമായിരുന്നു. പക്ഷേ സൈബർ ബുള്ളിയിങ് ആ സുരക്ഷിതത്വത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും അത് വീടിന്റെ ചുമരുകൾക്കുള്ളിലേക്കും നമ്മളെ പിന്തുടരുന്നു. ശരി, ഇപ്പൊ നമ്മൾ ബുള്ളി ചെയ്യുന്ന ആളെക്കുറിച്ചും ഇരയെക്കുറിച്ചും സംസാരിച്ചു. പക്ഷേ ഇതിനിടയിൽ വേറൊരു കൂട്ടരുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ പലപ്പോഴും നിശബ്ദരായിരിക്കുന്ന നമ്മളെപ്പോലുള്ള കാഴ്ചക്കാർ. അപ്പോ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് കണ്ടിട്ടും പലപ്പോഴും ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നത്? അതിനും പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഇത് അത്ര വലിയ പ്രശ്നമാണെന്ന് അവർക്ക് തോന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ ഓൺലൈനിൽ എല്ലാവരും അജ്ഞാതരായതുകൊണ്ട് ഇത് എന്റെ ഉത്തരവാദിത്തമല്ല എന്നൊരു തോന്നല് വരാം. ചിലർക്ക് പേടിയായിരിക്കും, ഞാൻ ഇടപെട്ടാൽ അടുത്തത് എനിക്കെതിരെയാവോ എന്ന്. ഇനി എങ്ങനെ ഇതിൽ ഇടപെടണം എന്നറിയാത്തതുകൊണ്ടുള്ള ഒരു നിസ്സഹായ അവസ്ഥയും പലരെയും നിശബ്ദരാക്കുന്നു. അതുകൊണ്ട് അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു സൈബർ ബുള്ളിയിങ് നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ അത് കണ്ടിട്ടും പ്രതികരിക്കാതെ നിശബ്ദനായി നോക്കി നിൽക്കുന്ന ഒരാൾ, അയാൾ വെറുമൊരു സാക്ഷി മാത്രമാണോ, അതോ അറിയാതെയാണെങ്കിലും ആ കുറ്റകൃത്യത്തിലൊരു പങ്കാളിയാവുകയാണോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു.